അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. അപ്പൊ അമ്മ ഇവിടെ ഇല്ല, അമ്മ ഷൊർണൂരാണ്. നമ്മുടെ അനിയത്തിയുടെ മോള് പ്രസവിച്ചിട്ട് അവിടെയാണ് അമ്മ. അപ്പൊ അമ്മ ഇനി 1-1.5 മാസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് പോവാണ്ട. ചിഞ്ചുനെ കാണാനില്ല, അച്ഛനും ഉണ്ടിട്ടില്ലേ, നിന്നെ കാണാനില്ല, കുഞ്ഞാവേനെ കാണാനില്ല. കുഞ്ഞാവയ്ക്ക് അതിനിടയിൽ ഒരു പനി വന്നു, അത് കാരണം കുഞ്ഞാവയ്ക്ക് വലിയ ഉഷാറ് കുറവാണ്. ഇത് അവിടേക്കുള്ള വഴിയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ കുഞ്ഞാവേനെ കാറിൽ ഇറക്കിയിട്ട് ഗേറ്റ് തുറക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുഞ്ഞാവേനെ വിട്ടു. അപ്പം അമ്മ വണ്ടി കാണുമ്പോൾ ഞെട്ടൂലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അമ്മേനെ ഇട്ട് കാണാനും ഇല്ലേ. ഞങ്ങൾക്കായി വണ്ടൻ ഞെട്ടൽ കേട്ടോ. അമ്മ ഉണ്ണീനെ കൊണ്ട് വെയിറ്റ് നോക്കാനായിട്ട് അംഗൻവാടിയിലേക്ക് പോയേക്കായിരുന്നു അത്രേ. പക്ഷെ ഞങ്ങളുടെ കാറ് കൊണ്ടു നിർത്തി 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അമ്മ വന്നു. കണ്ടത് അമ്മയ്ക്ക് ഭയങ്കര ഞെട്ടലായിട്ടാ. കാരണം അമ്മ രാവിലെ അതെ, അമ്മ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും അമ്മേനെ വിഷയൊക്കെ ചെയ്തു. അപ്പൊ അച്ഛനെന്ത് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വരണതിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് ഓട്ടുപാറ കേക്ക് ഹൗസിൽ നിന്ന് കേക്ക് വാങ്ങി. അതേപോലെ ചെറുതുരുത്തി എത്തിയപ്പോൾ ബിരിയാണി, എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും അമ്മ അടുത്തുണ്ടായിട്ട് ഇത് അമ്മ അടുത്തില്ല അതിരുന്നപ്പോൾ ഒരു സങ്കടം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അന്ന് എന്തോ ഭാഗ്യത്തിന് അച്ഛന് പണിയും ഇല്ല പറഞ്ഞു. അപ്പം അങ്ങനെ നേരത്തെ കൂട്ടി എല്ലാവരും രാവിലെ തന്നെ നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മയ്ക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആഘോഷിക്കണില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണല്ലോ. രാവിലെ വിളിച്ച പുണ്യങ്ങളുടെ അടുത്ത് അമ്മമ്മയ്ക്ക് കേക്ക് ഇല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ച് അവിടെ എത്തിയപ്പോൾ അമ്മയുടെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. വല്യമ്മയ്ക്ക് ഞങ്ങൾ വരുന്നത് അറിയില്ല. വല്യമ്മ ഇന്ന് ഇവളെ കാണാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടി ആയിട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്താ ഒരാൾ തിരിഞ്ഞിട്ടുണ്ട്. വെട്ടിമുറിക്കൂ. പുഷ്പന്റെ കട്ടി വായിട്ട് അച്ഛൻ്റെ മീശ മോർന്ന് വെച്ച് വെച്ചവൻ അമ്മ മുറിച്ചു. മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി നിലത്ത് വട്ടയിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അമ്മയുടെ അച്ഛൻ്റെ 36ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പം ഏട്ടൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് 36 അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഏട്ടൻ്റെ വയസ്സല്ലേ അറിയാൻ പോകുന്ന അതിൻ്റെ ഒരു സങ്കടം. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അടിച്ചു പൊളിച്ചു.